ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഉത്രാടമാണല്ലോ, ഒരു ഓണം വൈബാണ്. പക്ഷെ പുറത്തോട്ടിറങ്ങിയാൽ മഴയും പെയ്യുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. ആയിട്ട് പ്രത്യേകം പരിപാടികളൊന്നും ഇല്ല. എന്നും ഫുഡ് ഉണ്ടാക്കുന്നവർ ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രത്യേകതകൾ. പിന്നെ ഷോപ്പിൽ പോകണം, പിന്നെ റീൽസ് എടുക്കണം, പിന്നെ മെസ്സേജ് വരുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കണം, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നും. ഞാനാണെങ്കിൽ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചടങ്ങ് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ രാവിലെ നമ്മുടെ വീട്ടിലും ഓണമൊക്കെ അല്ലേ, സോ അതുകൊണ്ട് ദോശയും കടലക്കറി ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗ്രേവിയൊക്കെ തയ്യാറാക്കാണ്. ഇതാണ് നമ്മുടെ ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഞാനിന്ന് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതാണ് കറുത്ത കടലയ്ക്ക് കേട്ടോ. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാറില്ല. ഇന്ന് പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് തേങ്ങാക്കൊത്ത് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതൊന്നും ഞാൻ ഇടത്തില്ല, എനിക്കൊന്നും വേറെ ഇഷ്ടം. അത് കുടിച്ചുകൊണ്ടാണ് നമ്മൾ കടലക്കറി ആക്കണേ. അപ്പം ചായ ഒരു ചെറുതായിട്ട് മഴ കുടിക്കുന്നു. അപ്പം അതൊക്കെ കണ്ടിങ്ങനെ അടുക്കള വശത്തിങ്ങനെ നിന്ന് ചായ കുടിക്കും. നല്ല രസമാണ് ഗൈസ്. എൻ്റെ മൂക്കിൻ്റെ അടുത്തൊരു വീട് വന്നു ഗൈസ്. എന്ത് ചെയ്യാനാണ് പറയാം. എൻ്റെ മുഖത്തൊക്കെ അങ്ങനെ കുരു വരുന്നതല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് കുരുവൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആയിരിക്കും, എണ്ണയൊക്കെ ഓവറായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുരു വരുന്നത് എന്നാണ് തോന്നുന്നത്. രാവിലെ സിമിക്കുള്ള റാഗി ആക്കി വെച്ചു. പിന്നെ അമ്മ മാവ് കലക്കി വെച്ചിട്ടുണ്ട്, സോഡാപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതിന് ദോശ ആക്കണം. നമ്മുടെ കടലക്കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. കടല വേവിച്ച് കുക്കറി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും എങ്ങനെയാണെന്നും അറിയത്തില്ല. നമ്മൾ പിന്നെ തിരുവോണമാണ് കൂടുതലും ആഘോഷിക്കുന്നത്. കാരണം കുറേ കറികളൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നു, പിന്നെ ഒരുങ്ങുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ ഒരു തിരുവോണത്തിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നതും. സോ അപ്പം നമ്മൾ തിരുവോണത്തിനാണ് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്. എന്ന് പിന്നെ അച്ചാറും ഇഞ്ചിക്കറിയും ഒക്കെ ആക്കുന്നുണ്ട്. തലേ ദിവസം നമ്മൾ ഇതേപോലെ ഇഞ്ചിക്കറിയും നാരങ്ങച്ചാറും മാങ്ങാച്ചാറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കും. പക്ഷെ മാങ്ങ മേടിച്ചില്ല. ഞങ്ങൾ കോഴിക്കുഞ്ഞിനെ കാണാൻ പോവാണ്. ഓക്കെ, നമുക്ക് പോവാൻ. കോഴിക്കുഞ്ഞിനെ കാണാം. കുഞ്ഞാവ കഴിച്ചോ? കുഞ്ഞാവ കഴിച്ചോ രാവിലെ? എന്തോ കഴിച്ച്? ദോശയും കടലയാണ് ഞങ്ങൾ കഴിച്ചേട്ടോ. നല്ലായിരുന്നോ? അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പോൾ കുഞ്ഞിക്കിളിയെ കാണണമെന്നും പറയാം. കുഞ്ഞിക്കിളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ കാണണമെന്ന് കുഞ്ഞി ഒരാഗ്രഹം പറഞ്ഞു. സോ അപ്പം എന്നും രാവിലെ വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിടും. അതിൻ്റെ കൂടി ഇങ്ങനെ കളിച്ച് ചിരിച്ച് മണ്ണിലൊക്കെ കളിച്ചിങ്ങനെ നിൽക്കും. സോ അപ്പോൾ ഇന്ന് ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിന് കുഞ്ഞിക്കിളി ഓർമ്മ വന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് വന്നതാണ്. ഇടാം, തുറക്കാം. വലിയ കിളി പോരട്ടെ. ഒരു ചെറിയ കിളി ഇതോ ഓടിപ്പോടി കുഞ്ഞി. ഇവൻ എവിടുന്ന് ചാടി. ബാക്കിയുള്ളവർക്ക് ഇറങ്ങണമെന്ന് ഇത് പറഞ്ഞു വരുന്നു. കണ്ടാ ഇറങ്ങി വരുന്ന സ്ഥലം കണ്ടോ ഗൈസ് നിങ്ങൾ? ചുമ്മാതിട്ട് കൊടുക്കുക കേട്ടോ. മറ്റവർക്ക് വരാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് തുറന്നു കൊടുക്കാം. മറ്റേ വലിയ കിളികളുടെ പാത്രം നോക്കുക എന്തെങ്കിലും ഉണ്ടോ എന്ന്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തരാം. ഇവിടെ എല്ലാം ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് നടക്കും. ഇവരുടെ മെയിൻ സ്പോട്ടാണ് ഈ ഭാഗം കേട്ടോ. ഈ ഭാഗം വിട്ട് അവരെങ്ങോട്ടും പോകത്തില്ല. ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി അങ്ങ് നടക്കത്തേ ഉള്ളൂ. ഓടുന്നു എങ്ങോട്ടോ ഓടുന്നു. മുമ്പ് ഇവിടെ മാത്രമേ നിൽക്കത്തുള്ളായിരുന്നു. ഇപ്പം നോക്കാം, ഇപ്പം ഇച്ചിരി ആ സൈഡിലോട്ടും പോകാൻ തുടങ്ങി. ഒരു ഫ്രീഡം കിട്ടി. ഇയാൾ പിന്നെ എന്നെ ചുറ്റിപ്പറ്റി ഇരിക്കുക, എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട്. ഉണ്ട്, ഇവർ വെള്ളം കുടിക്കുന്നു. ഇവർക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓവർ വയറ് കത്തുന്ന ആ സമയത്ത് അവർ വന്ന് ഫുഡ് തപ്പത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇട്ട് കൊടുക്കാം. ഈ സഞ്ചിക്കകത്ത് ഞാൻ അരി വെച്ചേക്കുന്നത് ഇത്രയും അരിയേ ഉള്ളൂ. ഇനി അകത്തിരിപ്പുണ്ട്. അപ്പം ഞാൻ കുറേശ്ശെയായിട്ട് ഇവിടെ കൊണ്ടുവെക്കും. തീരുന്നതനുസരിച്ചിട്ട് ഈ സഞ്ചിയിൽ ഫില്ല് ചെയ്യും. എന്നാ കൊടു, അരി എടുക്ക്. കുഞ്ഞു കൊടുക്കാന്നാ പറയുന്നത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കാൻ. ഇട്ട് കൊടു. കൊടു. അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അരി ഇട്ട് കൊടുക്കുന്നത്. അങ്ങോട്ട് പോണ്ട. മതി. ഇനി അതെടുത്തിട്ട് വാ.
നമുക്ക് ആ കുഞ്ഞാങ്കോഴിക്ക് കൊണ്ടു കൊടുക്കാം. ബാ, കുഞ്ഞിൻ്റെ അടുത്തോട്ട് വരുന്നല്ലേ കുഞ്ഞാങ്കോഴി. ഇട്ട് കൊടുത്തോ, കഴിച്ചോളൂ. എന്നാ ഇവർക്ക് കൊടുത്തോ, ഇച്ചിരി ഇട്ട് കൊടുത്തമ്മേ. അവർ കണ്ടില്ലെന്ന് തോന്നുന്നു. എന്നാ ബാ, എൻ്റെ കൊച്ചിനെ അവരുടെ അടുത്തോട്ട് പോവുക കേട്ടോ. മുമ്പാണെങ്കിൽ കുഞ്ഞിക്ക് കോഴികളെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അടുത്തൂടെ പോയാൽ അവൾ അപ്പോഴേ ഓടും. പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടം. പപ്പയും കൂടിയിട്ട് മുക്കട വരെ പോയി മീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പം നാളെ ചിലപ്പം കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് കുറച്ച് ദിവസത്തേക്കുള്ള മീൻ അങ്ങ് മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് മീൻ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പുറത്തിരിക്കുന്നു. സെവിനാച്ച പിന്നെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നു. സിംകുട്ടി പിന്നെ പാട്ട് കേൾക്കുന്നു. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. രാവിലെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഞാൻ ഫസ്റ്റ് ഇൻട്രോ എടുത്തോണ്ടിരുന്ന സമയത്ത് ചെറുതായിട്ട് പൊടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി ബാ, തുണി തേച്ച് കൊടുക്കണം. ബാ, അപ്പൊക്കെ തുണി തേച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ബാ, ഓടി വാ. ഇവിടെ ലുട്ടാപ്പ് ഇതാ നിൽക്കുന്നു. ലുട്ടുവിനെ നോക്കേ. റോസാപ്പ് വേണോ? ഏതോ റോസാപ്പ് വേണം? ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണോ? ഏത് വേണം? ഇത് വേണോ? ഇത് നമുക്ക് ഇന്ന് പാലിയാച്ചിന് മുമ്പ് ഇട്ടിട്ട് പോവാം. ഇത് വെച്ചട്ടെ. അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ച് അകത്ത് കയറ്റാൻ വേണ്ടി പോവുകയാണ്. കുഴപ്പമില്ല. മറ്റേത് കരച്ചിലും കൂവലുമായിട്ടായിരിക്കും അകത്തോട്ട് കയറുന്നത്. അപ്പം പക്ഷെ കുഴപ്പമില്ല കേട്ടോ. സോ അപ്പം നമുക്ക് അകത്തോട്ട് പോവാം. ഇവിടെ ഒരാൾ ഭയങ്കര പാട്ട് കാണലാണ്. ഇന്ന് ഇഷ്ടപ്പെട്ട പാട്ട് ഇതാട്ടോ. ഓക്കെ, അക്ഷയ് കുമാറിൻ്റെ ചോറ് ബാക്കി വന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ ലുട്ടാപ്പിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മീൻകറി ഇല്ലാത്തതുകൊണ്ട് കടലക്കറി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം അവൻ്റെ പാത്രം തപ്പട്ടെ. നല്ല സ്നേഹത്തോടെ പറയണം, എന്നാലും അവൻ കഴിക്കും. അവൻ കഴിക്കും, പെട്ടെന്ന് കഴിക്കും. നല്ല കടലക്കറിയാണ്, പെട്ടെന്ന് കഴിക്കും. സ്നേഹത്തോടെ പറയണം, എന്നാലേ കഴിക്കത്തുള്ളൂ കേട്ടോ. അച്ഛൻ കടയിൽ പോകാൻ പോവാട്ടോ. അപ്പം നമ്മൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. മേടിച്ചിട്ട് വരാം. എന്താണ്ട് സാധനം മേടിച്ചോണ്ട് വരണേ. നമ്മുടെ മീൻകാർക്ക് നമ്മൾ തീറ്റ കൊടുത്തില്ല കേട്ടോ. അവർക്കുള്ള തീറ്റയും കൊടുക്കാം. കണ്ടില്ല ഇതുവരെ, ഇപ്പം വരും. ഇയാൾ കണ്ട കേട്ടോ. ഇനി ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങും തോന്നുന്നു. ഇപ്പോഴാ കണ്ട എല്ലാവരും. ആ, ജമിഷും കുക്കൂരയും. ബാഗിലും പച്ചക്കറി ഉണ്ടോ കേട്ടോ. പച്ചക്കറി എല്ലാം തോന്നുന്നു. മീനാട്ടോ, ഇത് നിറച്ചും മീനാണ്. ഇതെന്താണ്? ഇത് സവാള ഉള്ളിയൊക്കെ കിറ്റ് മേടിച്ച്. പിന്നെ ഇത്രയും പഴം ഇത് വറുക്കാം അല്ലേ. ഇതെന്തോ മത്തിയ സാളയാ. ഇത് നമ്മുടെ പീസ് മീനല്ലേ. റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കൂമ്പ് തോരൻ. പിന്നെ മീൻകറി ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അത് അമ്മ അപ്പുറത്തെ അടുപ്പിൽ കൊണ്ടുവച്ചേക്കാണ്. മീൻകറി ചൂട്. മീൻകറി. ടാറ്റാ ബൈ. അങ്ങനെ അവർ 3 പേരും പാലുകാച്ചിന് പോയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാട്ടോ. അപ്പോൾ അവർ 3 പേരും പോയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞു. പപ്പ അങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞു കടയിലോട്ട്. അപ്പോൾ കടയിൽ ചോറുമായിട്ട് പോകണം. ഞാൻ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. സോ അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പോണ ബസ് ഇതാ പോകുന്നുണ്ട്. അപ്പം പോവും, ഞാൻ കാണിച്ചു തരാം. ഞാൻ പോണ ബസ്സാണേ. ഞാൻ 12:10 ബസ്സിലാണ് പോണേ.
ഈ ബസ് പോയിട്ട് അതിന് തിരിച്ചു വരും 12:10 ആകുമ്പോൾ. ഈ ബസ്സിലാണ് ഞാൻ പോണേ എപ്പോഴും. സോ അപ്പോൾ ഇന്ന് അപ്പ കൊണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പയുടെ കൂടെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നെ പെട്ടെന്ന് പോയിട്ട് റെഡി ആവട്ടെ. ഓക്കെ. ആദ്യം തന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ അങ്ങ് ടിഫിൻ കാരിയറിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലെല്ലാം എടുത്തങ്ങ് വെച്ച് കുഞ്ഞിക്കുള്ള ചോറും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ബാഗിൽ എടുത്തങ്ങ് വെച്ചു. അപ്പോൾ കറി ലീക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കവറിനകത്തോട്ട് എടുത്തിങ്ങനെ വെക്കണേ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് മുകളിൽ പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഒരുക്കമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. എൻ്റെ മുടിയൊക്കെ കിട്ടി പിന്നെ ഒരു പൊട്ട് ഇടുക, അതാണ് എൻ്റെ ഒരു ഒരുക്കം എന്ന് പറയുന്നത്. പിന്നെ ഇറങ്ങിയ ഒരു പോക്കാണ്. ഞങ്ങളങ്ങനെ ഷോപ്പിൽ വന്നു. അപ്പം ഞങ്ങളെ വിട്ടിട്ടങ്ങ് പോയി. അപ്പം ഞങ്ങൾ മോൻ്റെ പെറ്റം ഇവിടെ നിൽക്കുന്നു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം കുഞ്ഞിൻ്റെ ഉടുപ്പ് കണ്ടോ നിങ്ങൾ? ഉടുപ്പ് കാണിച്ചാൽ കുഞ്ഞി ഉണ്ടോ? കുഞ്ഞിൻ്റെ ഉടുപ്പ്, കുഞ്ഞിൻ്റെ ഓണക്കോടിയാണ്. ഇനി പട്ടുപാട് ഉടുപ്പുണ്ട്, അത് ഇനി നാളെ ഇടും അല്ലേ കുഞ്ഞ്? തിരുവോണത്തിൻ്റെ നാളെ ഇടുവേ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡൊക്കെ എടുത്ത് വെക്കട്ടെ. തിരിച്ചായിപ്പോയി. എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒട്ടും ക്ഷമയില്ല. എനിക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കും. അപ്പം തോരൻ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നില്ല, അതിൽ തന്നെ വെച്ചിട്ട് കുറച്ച് മീൻചാറും പിന്നെ ഒരു പീസ് മീനും ഒക്കെ എടുത്ത് സ്പൂൺ എടുക്കാൻ മറന്നു ഗൈസ്. അല്ലെങ്കിൽ സ്പൂണിൽ നമുക്ക് എടുക്കാമായിരുന്നു ഭയങ്കര, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. സോ അങ്ങനെ ഇതെല്ലാം കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. ഞങ്ങളിവിടെ നിന്ന് ചോറൊക്കെ കഴിക്കട്ടെ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.